ഹായ് എവ്രി വൺ, ഇതൊരു സ്റ്റഡി വിത്ത് മീ വ്ളോഗാണ് കേട്ടോ. ഏകദേശം സൺസെറ്റൊക്കെ ആവാനായപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അറ്റ് ഫസ്റ്റ് ഞാൻ എൻ്റെ റിവിഷൻ ബുക്കിൽ നെക്സ്റ്റ് മന്തിലേക്കുള്ള കോളംസ് ഒക്കെ വരച്ച് വെക്കുകയാണ്. ഇനിയൊരു 2-3 ഡേയ്സും കൂടെ ഉള്ളൂ നെക്സ്റ്റ് മന്ത് ആവാനായിട്ട്. നെക്സ്റ്റ് സ്റ്റഡി സെഷനാണ്. സോ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ബുക്സൊക്കെ എടുക്കുകയാണ്. ആസ് യൂഷ്വൽ ഈ ഒരു ഗൈഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോച്ചിങ് സെൻറ്ററിന് ഈ ഒരു ഗൈഡ് എന്നുള്ളതാണ് ഓരോ ഡേയ്സിലും പഠിക്കാനായിട്ട് തരാറുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ളത് ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ മുന്നത്തെ വീക്സിലൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോവും ഏതൊക്കെയാണ് പഠിച്ചത് പഠിക്കാത്തതെന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഈ ഒരു സെക്ഷനാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഞാൻ ആ പേജ് നമ്പറൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ബുക്കായതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, പേജസൊക്കെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഓരോ സെക്ഷനായിട്ട്. ഒരു വീക്കിലേക്ക് 100 ടോപ്പിക്സ് ആണ് പഠിക്കാനുണ്ടാവുക. സോ കുറേ പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്റ്റിക്കി നോട്ട്സിൽ ഇന്നത്തേക്ക് പഠിക്കാനുള്ള ടോപ്പിക്സൊക്കെ എഴുതി വെക്കുകയാണ്. അതാകുമ്പം ഏതൊക്കെ പഠിച്ചെന്നുള്ളത് അത് കഴിയുമ്പം മാർക്ക് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഫസ്റ്റത്തെ ടോപ്പിക് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതുപോലെ റെഡ് ഇങ്ക് പെന്നും ഹൈലൈറ്റേഴ്സും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈലൈറ്റർ വെച്ചിട്ടും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ റെഡ് ഇങ്ക് പെന്ന് വെച്ചിട്ടുമാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ഹൈലൈറ്റേഴ്സൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്, ഓൺലൈനായിട്ടല്ല. 25 റുപ്പീസ് എങ്ങാനുമാണ് ഒന്നിന് വരുന്നത്. ഹൈലൈറ്റേഴ്സ് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളിത് തുറന്നു നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് തുറന്നു വെക്കരുത് എന്നുള്ളത്. എനിക്കങ്ങനെ കുറേ സംഭവിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ഹൈലൈറ്റേഴ്സൊക്കെ കേടായി പോയിട്ടുണ്ട്. അപ്പം എപ്പം ഞാൻ യൂസ് ചെയ്യുമ്പോഴും അപ്പം തന്നെ അത് അടച്ചിട്ട് മാറ്റി വെക്കാറുണ്ട്. പിന്നെ ഞാൻ ഓരോ പോയിൻറ്റ്സും നമ്പേഴ്സ് ഇട്ടിട്ടാണ് പഠിക്കാറുള്ളത്.
ഒരു 5 വരെ ഉള്ളത് ആദ്യം പഠിച്ച് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് നെക്സ്റ്റ് 6 മുതൽ 10 വരെയിലേക്കുള്ളത് പോകുന്നത്. അങ്ങനെ 5 വെച്ചിട്ടാണ് ഞാൻ പഠിക്കാറുള്ളത്. പഠിച്ച് നന്നായിട്ട് മൈൻഡിലുണ്ട് എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് അവസാനം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഷോർട്ടാക്കിയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതും. അപ്പം ഒന്നും കൂടെ തറ ആവും. കുറേ നേരം ഇരുന്ന ആ ഒരു ക്ഷീണത്തിൽ ജസ്റ്റ് പുറത്തൊന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഫ്ലാഷ് കാർഡും എടുത്തിട്ടുണ്ട്. നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.